എന്താണ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്നാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ പറഞ്ഞ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആയിട്ട് ഇത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ നമ്മളിവിടെ യൂസ് ചെയ്ത് കപ്ലിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് കളക്ടർ ടെർമിനലുള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസും അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പാസിറ്ററുമായിരുന്നു നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിനെ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് വിളിച്ചു. പക്ഷേ ഇവിടെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മളിവിടെ കപ്പിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സിഗ്നലിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക എന്ന് കരുതുക. ആ ഇൻപുട്ട് കൊടുത്തിട്ട് ഇവിടെ കളക്ടർ ടെർമിനലിൽ അവിടെ ഔട്ട്പുട്ട് എത്തുമ്പോൾ ആ കളക്ടർ ടെർമിനലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രൈമറി ആയിട്ടും പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ എന്താക്കി സെക്കൻഡറി കോയിലിലേക്ക് നമ്മൾ എന്താക്കി അതിൻ്റെ ഒരു കണക്ഷൻ എടുത്തിട്ട് നേരെ അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ട്രാൻസ്ഫോമറിൻ്റെ കളക്ടർ ടെർമിനലിലൂടെ പ്രൈമറി ആയിട്ടും അവിടുന്ന് നേരെ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഭാഗം സെക്കൻഡറി ആയിട്ടും എടുത്തിട്ട് നേരെ എന്താക്കി രണ്ടാമത്തേലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തേൻ്റെ കളക്ടറിൻ്റെ അവിടെ വരുന്നത് പ്രൈമറിയും അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് സെക്കൻഡറി ആയിട്ട് നമ്മൾ എടുത്തു. ഇതാണ് ശരിക്കും ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി ഇതിന് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ആംപ്ലിഫയർ ഉണ്ട്. ഇതിന് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ആംപ്ലിഫയർ നമ്മൾ വിളിക്കും കപ്ലിംഗ് ആംപ്ലിഫയർ എന്നും ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ആംപ്ലിഫയർ എന്നാണ് നമ്മളിവിടെ വിളിക്കുക. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമർ പഠിച്ച പോലെ തന്നെ ഇതിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും മെക്കാനിസം അതേ മെക്കാനിസം തന്നെയാണ് നമ്മൾ ഇവിടെ എന്താക്കുന്നത് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ബേസിൽ നമ്മൾ എന്താക്കുന്നത് ഒരു സിഗ്നൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്ന് നേരെ എന്താക്കി ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ R1ഉം R2ഉം REയും ഇവിടെ നെറ്റ്വർക്കിലെ എന്താക്കുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആണ് എന്താക്കുന്നത് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തിനൂടെ ഓരോ ബൈപ്പാസ് കപ്പാസിറ്റർ ആയിട്ടുള്ള ഒരു CE ഉണ്ട്. കാരണം വെച്ചാൽ എമിറ്റർ ടെർമിനൽ ആയതുകൊണ്ട് നമ്മളിവിടെ REക്ക് പാരലായിട്ട് എമിറ്റർ ടെർമിനൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ CE കപ്പാസിറ്റർ എന്ന് നമ്മളിവിടെ വിളിക്കുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ കളക്ടർ ടെർമിനലുള്ളത് ഒന്നാമത്തേതിൽ കപ്ലിംഗ് ട്രാൻസ്ഫോമർ, രണ്ടാമത്തെ സ്റ്റേജിലുള്ളത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ മുകളിലേക്കുള്ള R1 ഇതെല്ലാം പ്ലസ് VCCയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. താഴെയുള്ളതെല്ലാം എന്താക്കി നമ്മൾ ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്താക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് നമ്മളിവിടെ എന്തായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ട്രാൻസ്ഫോമർ കപ്പിൾ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പവർ ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇതിന് വേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോഡ് എന്തായിരിക്കും വളരെ ചെറുതായിരിക്കുന്ന സമയത്താണ്, ഇവിടുത്തെ ലോഡ് വളരെ സ്മോൾ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്താക്കുന്നത് സാധാരണ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന രണ്ട് കണ്ടീഷനാണ് എന്ത്, ലോഡ് എന്തായിരിക്കണം വളരെ സ്മോൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തായിരിക്കണം ഇവിടെ നമ്മളിത് മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എന്തിനാണ് പവർ ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മളിത് യൂസ് ചെയ്യുക. പവർ ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ എന്താക്കുന്നത്. ഈ പവർ ആംപ്ലിഫിക്കേഷൻ വരുന്ന യൂസിനൊക്കെയാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്താക്കുന്നത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് മെക്കാനിസം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ് ട്രാൻസ്ഫോമർ ആക്ഷൻ തന്നെയാണ് നമ്മളിവിടെ എന്താക്കുന്നത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് R1, R2 ആൻഡ് RE ആണ് ഇവിടുത്തെ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് ഇതിൽ ഇവിടുത്തെ ഈ ട്രാൻസ്ഫോമർ ആക്ഷൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ട്രാൻസ്ഫോമറിലെ P എപ്പോഴും വെച്ചാൽ പ്രൈമറി എപ്പോഴും ആക്ട് ചെയ്യുന്നത് കളക്ടർ ആയിട്ടാണ് എന്താക്കുന്നത് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡറി S എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അടുത്ത സ്റ്റേജിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കാനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഒരു AC സിഗ്നൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ AC സിഗ്നൽ ഇതിന്റെ ബേസിലേക്ക് ഒന്നാമത്തെ സ്റ്റേജിന്റെ ബേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെന്താക്കും ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ P എന്താക്കും അപ്പിയർ ചെയ്യും. എന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ട്പുട്ട് വരെ എവിടെ ആയിരിക്കും P ആയിരിക്കും വരിക. അത് നേരെ എന്താക്കും ഈ സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത ആംപ്ലിഫിക്കേഷൻ സ്റ്റേജിൽ ഇതിന്റെ എന്താക്കും നേരെ ബേസിലേക്കാണ് എന്താക്കുന്നത് പോകുന്നത്. ഇവിടെ ഒരു R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, സ്റ്റേജിലേക്കാണ് എന്താക്കുന്നത് ഇവിടെ നേരെ എന്താക്കുന്നത് പോകുന്നത്. ഓക്കെ,
പിന്നെ എന്താക്കും, ഈ സെക്കൻഡ് സ്റ്റേജിലെ ആംപ്ലിഫൈഡ് ഫോം ഇവിടുത്തെ പിയിൽ വരികയും അതിന്റെ ഔട്ട്പുട്ട് നേരെ എന്താക്കുന്നു ഇവിടുത്തെ എസ്സിൽ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്താ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ മൊത്തമായിട്ടുള്ള വർക്കിംഗ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ ലൗഡ് സ്പീക്കറിലോ അങ്ങനെയുള്ള ഇമ്പിഡൻസ് മാച്ച് ചെയ്യേണ്ട സ്ഥലത്തൊക്കെയാണ് നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യാനുള്ളത്. ഇതൊക്കെ നമ്മൾ ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, കപ്പിൾഡ് ഡിവൈസ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇവിടുത്തെ പ്രൈമറി എന്താണ്, കളക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. സെക്കൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ഇൻപുട്ടായിട്ട് എന്താക്കുന്നു ആക്ട് ചെയ്യുന്നു. R1 R2 ഒക്കെ എന്താണ് ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ട്രാൻസ്ഫോമർ ആക്ഷൻ ആണ് ഇവിടുത്തെ എന്താണ് കപ്ലിംഗ് മെക്കാനിസം, അതായത് ഔട്ട്പുട്ട് മെക്കാനിസം എന്താണ് ഇവിടുത്തെ ട്രാൻസ്ഫോമർ ആക്ഷൻ ആണുള്ളത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഏറ്റവും കുറഞ്ഞ സിറ്റുവേഷനുകളിലാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിനെ നമ്മൾ എന്താക്കുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പോലെയല്ല എന്ത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ വോൾട്ടേജ് ഗെയിൻ ഒന്നും എന്താക്കുന്നില്ല, സ്റ്റേബിൾ ആവുന്നില്ല. കാരണം ഫ്രീക്വൻസി വേരിയൻസ് എന്താക്കുന്നത് ഗെയിൻ എന്താക്കുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് എന്താണ്, അത് വെരി പൂവർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ഒക്കെ കറക്റ്റ് നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആവുന്ന എന്താണ് വളരെ ഒരു ചെറിയ റീജിയണിൽ മാത്രമാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ ഒരു റീജിയൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയ റീജിയണിൽ മാത്രമാണ് എന്താക്കുന്നത് അതിന്റെ വോൾട്ടേജ് ഗെയിൻ ഒക്കെ എന്താകുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ് ആണ് ശരിക്കും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി പോകണമെങ്കിൽ നമുക്കറിയാം എന്താണ് ഇവിടെ ഇൻഡക്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഇൻഡക്ടൻസ് മറ്റേ ഇൻഡക്ടൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ കിട്ടും XL ഈക്വൽ ടു ഇൻഡക്ടറിനെയാണ് നോക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് ഒമേഗ L എന്താണ് നമുക്കിവിടെ എന്താക്കുന്നത് അതിന്റെ ഇക്വേഷൻ കിട്ടും. ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2πf × L എന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് എന്തായിരിക്കും ഇതിന്റെ റിയാക്ടൻസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. കാരണം ഫ്രീക്വൻസി കുറവായി തന്നെ എന്തായിരിക്കും ഇതെന്തായിരിക്കും കുറവായിരിക്കും. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അങ്ങനെ ഫ്രീക്വൻസി ഇങ്ങനെ കുറവാകുന്ന സമയത്ത് എന്തായിരിക്കും എന്റെ ഗെയിൻ എന്തായി പോകും, വളരെയധികം എന്തായി പോകും, എന്റെ റിയാക്ടൻസ് കുറവായതുകൊണ്ട് കുറഞ്ഞു പോകും. ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ പ്രൈമറിയിൽ സെക്കൻഡറിയിൽ ഉള്ളത് എന്താണ് ഓരോ നമ്പർ ഓഫ് ടൈംസിൽ നമ്മൾ എന്താ കോയിലുകൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈ ഫ്രീക്വൻസിന്റെ സമയത്ത്, കാരണം നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്ന സിഗ്നലിന്റെ ഹൈ ഫ്രീക്വൻസിന്റെ സമയത്ത് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ടേൺസ് തമ്മിലുള്ള കപ്പാസിറ്റൻസ് എന്തായിരിക്കും, അതൊരു ബൈപ്പാസ് കപ്പാസിറ്റർ പോലെ എന്താക്കും അത് ആക്ട് ചെയ്യുകയും അപ്പൊ തന്നെ എന്താക്കും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞ ലോ ഫ്രീക്വൻസിന്റെ സമയത്ത് നമുക്ക് എന്തായിരിക്കും ലോ ഫ്രീക്വൻസിന്റെ സമയത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ XLന്റെ XCന്റെ വാല്യൂ എന്താണ് 2πfL എന്നാണ് അറിയാം. അപ്പൊ നമ്മൾ ലോ ഫ്രീക്വൻസി ആവുന്ന സമയത്താണെങ്കിലും ഇതൊരു ചെറിയ ഏകദേശം എന്തായിരിക്കും നല്ല വാല്യൂ ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് എന്താക്കും ഇത് നമ്മൾ 1/f ഒന്നും അല്ല. അപ്പൊ എന്തായിരിക്കും ചെറിയ ഫ്രീക്വൻസി ആണ്. ഇപ്പൊ ഒരു 50 ഹെർട്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതൊരു ചെറിയൊരു വാല്യൂ ആയിരിക്കും. ചെറിയൊരു വാല്യൂ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത്രയും ചെറിയ റിയാക്ടൻസ് കുറവാന്നല്ല, ആ വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ വോൾട്ടേജിനെ എന്താക്കുക ബ്ലോക്ക് ചെയ്യാനുള്ള അത്ര എന്തുണ്ടാവും റിയാക്ടൻസ് ഇവിടെ ഉണ്ടാവും എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ചെറിയൊരു ഫ്രീക്വൻസി ഉള്ള സമയത്ത് എന്തായിരിക്കും നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഇതിന്റെ റിയാക്ടൻസ് എന്തായിരിക്കും ചെറിയൊരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തന്നെ എന്തായിരിക്കും അതിന്റെ ഫ്രീക്വൻസി അതായത് വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും ഡിക്രീസ് ചെയ്യും. ഇനി ഹയർ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ഈ പ്രൈമറിയിലും സെക്കൻഡറിയിലുള്ള കോയിൽസിന്റെ ഇടയിലുള്ള എന്തായിരിക്കും കപ്പാസിറ്റൻസ് എന്തായിരിക്കും ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. അതിന് കപ്പാസിറ്റർ ആക്ഷൻ പോലെ എന്തായിരിക്കും ഇത് ആക്ട് ചെയ്യുകയും അതിൽ എന്തായിരിക്കും വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും ഒരു ഡിസ്റ്റോർഷൻ പോലെയാണ് നമുക്കിവിടെ കിട്ടുക. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് എന്തായിരിക്കും കറക്റ്റ് ഓർഡർ ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനിയിപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിന്റെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുവാണെങ്കിൽ എന്താ പറയുക ഇവിടുത്തെ ഒരു
സിഗ്നലിന്റെ പവർ ലോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പവർ ലോസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്താക്കുന്നത്, പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ എക്സലന്റ് ഇംപെഡൻസ് മാച്ചിങ് ആയിരിക്കും. കാരണം വെച്ചാൽ ഔട്ട്പുട്ട് ഇംപെഡൻസും മറ്റേ ഇൻപുട്ട് ഇംപെഡൻസും എന്തായിരിക്കും, എക്സലന്റ് ആയിട്ട് എന്തായിരിക്കും ഇതിൽ മാച്ച് ചെയ്യും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇതിലെ പവർ എന്തായിരിക്കും, മാക്സിമം പവർ എന്തായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും, ഹൈ ഗെയിൻ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്തായിരിക്കും, വെരി പുവർ ആയിരിക്കും. പിന്നെ അത് എന്തായിരിക്കും, ഇതിന്റെ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് എന്തായിരിക്കും ഗെയിൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഗെയിൻ എവിടെ എന്താവില്ല, സ്റ്റേബിൾ ആവത്തില്ല. ഇതാണ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഫ്രീക്വൻസി കൂടുമ്പോഴും കുറയുമ്പോഴും ഉള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ലോ ഫ്രീക്വൻസിയിലാവുന്ന സമയത്ത് എന്തായിരിക്കും, ഇതിൽ ഇവിടുത്തെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് ഫാൾ ചെയ്യുന്ന കാരണം എന്തായിരിക്കും, ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും, കുറയും. പിന്നെ അതുപോലെ തന്നെ എന്താകും, ഹൈ ഫ്രീക്വൻസിന്റെ സമയത്ത് എന്താക്കി ഇതിലെ പ്രൈമറിയിലും സെക്കൻഡറിയിലുള്ള ഈ കോയിൽസ് എന്തായിരിക്കും, ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. അതെന്താക്കും, ആ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്.